സുഹൃത്തുക്കളെ, നമുക്കിന്ന് വന്ന പണി എന്താണെന്ന് വെച്ചാൽ ഒരു 10-40 വർഷം പഴക്കമുള്ളൊരു വീടിൻ്റെ പുറത്തേക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ആ ബാത്റൂം താന്നു പോയി ഒന്നായിട്ട് താഴേക്ക്. അപ്പോൾ താന്നപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ തമ്പരൻ്റെ മുകളിലുള്ള പിടുത്തം വിട്ടുണ്ടാവും. രണ്ട് സൈഡിലും വിള്ളലായിട്ട് ആ സൈഡിൽ നിന്ന് ബാത്റൂം ഇങ്ങോട്ട് താഴേക്ക് തൂങ്ങിപ്പോയി. അപ്പോൾ അത് ഒഴിവാക്കണം. ക്ലയൻറ്റിനെ അത് ഒഴിവാക്കും വേണം. ആ ബാത്റൂമിന് അവിടെ വേണ്ട. അത് ഒഴിവാക്കിയതിന് ശേഷം ആ തമ്പരൻ്റെ സൈഡിൽ ഒരു എൽ ഷേപ്പിൽ പടവ് ചെയ്തുകൊണ്ട് മുട്ടിച്ച് ലോക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ മൂല നന്നായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വീണ് പോകും. അപ്പോൾ അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനുള്ള പണി റെഡിയാക്കാണ്. സൈഡ് പൊളിക്കാനുള്ള പരിപാടിയാണ്. 1-2 കല്ലൊക്കെ അവിടെ നിന്ന് അടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഷീറ്റ് ഉണ്ട്. ഒരു ഷീറ്റാണ് അതിൻ്റെ മുകളിൽ ഇട്ടത്. അപ്പോൾ ആ ഷീറ്റും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബാത്റൂം ഫുള്ളായിട്ടുണ്ട് പൊളിച്ച് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ സൈഡിൽ മതിലുണ്ട്. ഇത് നമ്മൾ തട്ടുമ്പോൾ നന്നായിട്ടുണ്ട് ഇടിഞ്ഞ് വീണാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആ പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് പൊളിച്ച് ഒഴിവാക്കണേ. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട ബാക്കിൽ മതിലാണ്. ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പോകാനില്ല. അതുകൊണ്ട് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് വേണം ആ പണി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റ് മൊത്തം ഒഴിവാക്കിയിട്ട് വേണം ഈ 2 എൽ ഷേപ്പിലുള്ള ചുമര് മൊത്തം എടുത്ത് ഒഴിവാക്കണം. മൊത്തം പൊളിച്ചൊഴിവാക്കിയതിന് ശേഷമാണ് നമുക്ക് ആ തമ്പരൻ്റെ നേരെ ചോട്ടിൽ തറ ഇളകിയാണ്. അപ്പോൾ ആ തറയൊക്കെ എന്നിട്ട് പൊളിച്ച് മാറ്റിയിട്ട് അതിൽ ബെൽറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ പടവ് ചെയ്തിട്ട് ആ തമ്പര ഫുള്ള് മുട്ടിച്ച് സെറ്റ് ചെയ്യണം. അതാണ് നമുക്ക് തന്ന പണി. അപ്പോൾ ഈ ഷീറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. ആ ഷീറ്റ് ആ തമ്പരൻ്റെ ഉള്ളിലേക്ക് ഇവർ ഇതിട്ട് കയറ്റിയതാണ്, കമ്പി കയറ്റിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചൊഴിവാക്കാനുള്ള പണിയുണ്ട്. ആദ്യം പൊളിച്ചൊഴിവാക്കുകയാണ്. പിടിമലി ഉണ്ടാക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ അടുത്ത് ഒഴിവാക്കാൻ. കാരണം അതിൻ്റെ മുകളിലേക്ക് കയറാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആ മതിലുണ്ടല്ല സൈഡിൽ, ആകെ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഷീറ്റൊക്കെ ഏകദേശം പൊളിച്ചെടുത്താണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഇതുണ്ട്, ഇൻഡസ്ട്രിയിൽ റാഡുണ്ട്. ആ റാഡും കൂടി എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഈ ചുമര് 2 എൽ ഷേപ്പ് വേണ്ട ചുമര്, ആ ചുമര് മൊത്തം എടുത്ത് ഒഴിവാക്കണം. ചുമരെടുത്ത് ഒഴിവാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവിടെ ആ തമ്പരൻ്റെ ആ ഭാഗം ചിലപ്പോൾ ഇടിഞ്ഞു പോകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം അവിടെ ഒരു ടൈറ്റ് ചെയ്യാനോ മുട്ടിച്ച് കണ്ട് ജാക്കി വെച്ച് ടൈറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം ഇതിൻ്റെ നേരെ ചൂത്തുനിന്നാണ് നമുക്ക് ഇതെടുത്ത് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള വേറെ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണ്ടി ചെയ്യേണ്ട പണിയാണ്. ആ പൈപ്പ് ഒഴിവാക്കണം. അപ്പോൾ ആ പൈപ്പൊക്കെ ഉണ്ട് ഇളക്കിയപ്പോൾ ആ ഭാഗം ഒന്നായിട്ട് ഇളകി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചുമരുമ്പിൽ ഒരു ചെറിയൊരു ലോക്ക് ഇടിയാണ്. അപ്പോൾ അത് ആ ചുമരവിടെ തട്ടി ഒഴിവാക്കിയാൽ നമുക്ക് ആ ചുമര് മൊത്തം പൊളിച്ചൊഴിവാക്കാം. ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് പുറത്തേക്ക് പോയ ചുമരുകൾ മൊത്തം പൊളിച്ചൊഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുമരുണ്ട് ഒഴിവാക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടോ ഈ ഹൈറ്റ് ഇത് മുകളിലേക്ക് ഒരു 5-8 വരി കല്ലുണ്ട്. മുകളിൽ ഓടൊക്കെ ഇട്ട വീടാണ്. അപ്പോൾ അതങ്ങോട്ട് പൊളിഞ്ഞ് വീഴും ചെയ്യരുത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചോട്ടിൽ എന്ത് പണിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു സൈഡ് മൊത്തം ഒഴിവാക്കി ഈ സൈഡും കൂടി എടുക്കാണ്ട് 2 സൈഡുണ്ട് പൊളിച്ചൊഴിവാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് പണിയും ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കളിക്കാൻ അടിയിൽ നേരെ ചോട്ടിൽ നിന്ന് പണിയെടുക്കാനും പറ്റില്ല. കാരണം ഇതാണ്ട് ഈ ഹൈറ്റിലേക്ക് ഇനി ഇവിടെ ഇത് മൊത്തം കൊണ്ട് ഒഴിവായി പോയാൽ ആ 2 ചുമരുണ്ട് ഒഴിവായാലും ഇവിടെ ഒരു എൽ ഷേപ്പിൽ ഇവിടെ കാലി ഉണ്ടാകുക. ആ കാലി സ്ഥലത്ത് ചോട്ടിൽ നിന്ന് വേണം പണിയെടുക്കാൻ. അപ്പോൾ പൊളിച്ച ഏകദേശം ഈ ഒരു ചുമരും കൂടി എടുക്കാണ്ട് ഇനി ഈ ചുമരെടുക്കുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ട്. കണ്ട് അവിടെ നിന്നായിട്ട് കല്ലിളകി കിടക്കുക. അതിൻ്റെ നേരെ ചോട്ടിൽ ഇനി ചുമരില്ല, നേരെ കാലി സ്ഥലമാണ് അവിടെ. ഇളകി ഇങ്ങോട്ട് വീണ് പോയാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ പൊളിച്ചൊഴിവാക്കിയാലേ അതിനുള്ളിൽ എന്തും ടൈറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ കഴിയുള്ളൂ. മറിച്ച് നല്ല അടിച്ചിട്ട് പൊളിച്ചെടുക്കണം കേട്ടോ. അല്ലാണ്ട് ചെറുതായിട്ട് തട്ടിയെടുത്ത് കല്ലെടുക്കാനൊന്നും കിട്ടില്ല. കല്ലൊക്കെ പഴയ മോഡൽ, പഴയ പണ്ടത്തെ കുമ്മായം വെച്ചിട്ടുള്ള പണിയാണ്. മണ്ണിലൊക്കെ ഉള്ള പടവും അതും ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ പൊളിക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ടം മുകളിലേക്ക് പോകണം. കാരണം മുകളിൽ നിന്ന് ഏറ്റവും കണ്ട് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്നാലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പണിയെടുക്കണം കേട്ടോ.
ഇടക്കൊന്ന് തല മുകളിലേക്ക് നോക്കുന്നുണ്ട്. കാരണം ഏകദേശം ഉണ്ടാവും അത് മൊത്തം പൊളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാലിയാണ്ടാവും. ഒരു എൽ ഷേപ്പിൽ ഒരു 3 മീറ്ററോളം, 1 മീറ്റർ അങ്ങോട്ടുണ്ട്, ഒരു 2 മീറ്ററോളം ഇപ്പുറത്തേക്കുണ്ട്. ഈ ഭാഗം അതേപോലെ തന്നെ മുകളിൽ കാലിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഉണ്ടോ, ഇത്രയും ഭാഗം കാലിയാണ്. ഈ മൂലാണ്ടല്ലേ നിങ്ങൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ബെൽറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്നിട്ട് ഉള്ളിലേക്കൊക്കെ തുറന്നിട്ട് 2 സൈഡ് ഉള്ളിലേക്ക് നല്ലോണം തുറന്നിട്ട് റിങ് ഇട്ട് കമ്പിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയാണ്. ഇപ്പോൾ അന്ന് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആവുന്നുണ്ട്. ആ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ മുകളിൽ പടവ് ചെയ്തിട്ട് ആ സ്ലാബിലേക്കാണ് മുട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ബെൽറ്റ് കടിച്ച് റെഡിയാക്കിയാണ്. കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റൊക്കെ ഏകദേശം റെഡിയാക്കി ഒക്കെ സെറ്റായി കേട്ടോ. കോൺക്രീറ്റൊക്കെ ഫില്ലായിന്. ഇപ്പോൾ പടവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പടവ് നടക്കുകയാണ്. പടവ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ആ മൂലാണ്ട് മുട്ടിക്കാം. അപ്പം ഇനിയിപ്പോൾ മുൻകട്ടിക്കുള്ള ബാത്റൂം ഇല്ല കേട്ടോ. അതിൽ നമ്മൾ ഈ മൂല തൂങ്ങിയ മൂല ഈ ഓളോബ്രിക്ക് 8 ഇഞ്ചിൻ്റെ സോളിഡ് ഓളോബ്രിക്കാണ്, ഉള്ളിൽ തുറന്ന കട്ടയാണ്. അത് വെച്ചുകൊണ്ട് നേരെ പടവ് ചെയ്താണ്ട് മുട്ടിക്കുക. പടവ് ചെയ്ത് മുട്ടിച്ച് അതിൽ ലോക്ക് ചെയ്യുക. അതാണ് നമുക്കുള്ള പണി. അപ്പം ബാക്കി തേക്കണ പണിയൊന്നും പറഞ്ഞിട്ടില്ല. പടവ് ചെയ്തൊന്ന് മുട്ടിച്ച് കൊടുക്കാനാണ് അവർ പറഞ്ഞത്. ബാത്റൂം പൊളിച്ച് ഒഴിവാക്കുക. അത് അതേപോലെ ഈ സൈഡ് മാത്രം ഒന്ന് കട്ടച്ച് പടവ് ചെയ്ത് മുട്ടിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മളോട് ക്ലൈൻറ്റ് പറഞ്ഞ പണി. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പടവ് ചെയ്ത് മുട്ടി ഫിനിഷായാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. അവിടെയൊക്കെ ഉണ്ടാവും അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗത്ത് വേറെ ഒരു സംവിധാനവും ഇല്ല. തേപ്പൊക്കെ കടന്നു പോയിട്ട് കല്ലിങ്ങനെ മെല്ലെ നിൽക്കണുള്ളൂ. നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഏകദേശം ആ പണി എന്തായാലും ഫിനിഷാക്കി വെച്ചിരുന്നു. ഹൈറ്റിൽ മുട്ടിച്ച് സെറ്റാക്കിന്. ഇനിയിപ്പോൾ അവിടെ താവുന്നുള്ള പ്രശ്നമില്ല. ആ ഒരു ഭാഗം ഫിനിഷാക്കി നമ്മളെ പണിയൊക്കെ ഏകദേശം ഫില്ലായിരുന്നു കേട്ടോ. ഉഷാറായിരുന്നു. അപ്പം ഫുള്ള് മുട്ടി എല്ലാ ഭാഗവും അടച്ച് ക്ലിയറാക്കി നല്ല ഫിനിഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പണി ഏകദേശം കഴിഞ്ഞ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.